സമുദ്രനിരപ്പിൽ നിന്ന് 3000-ഓളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുരിശുമലയാണ് എഴുകുംവയൽ. ഇടുക്കി ജില്ലയിലുള്ള ഈ ഒരു കുരിശുമല കയറാൻ വേണ്ടി ഹൈറേഞ്ചിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് വിശ്വാസികളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കുരിശുമലയുടെ കാഴ്ച ഒന്ന് കണ്ടാലോ? അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ പോയ ദിവസം തലേദിവസം നല്ല മഴയായതുകൊണ്ട് ഹൈറേഞ്ചിൽ രാവിലെ, അതായത് നമ്മുടെ ദുഃഖവെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ ഈ ഒരു കുരിശുമല കയറാൻ വേണ്ടി പോകുന്നത്. മഴ പെയ്തുകൊണ്ട് രാവിലെ നല്ല കോടയായിരുന്നു. എൻ്റെ യാത്ര ആരംഭിക്കുന്ന ഇടുക്കി ജില്ലയിലെ കാമാഷിയിൽ നിന്നായിരുന്നു. ഏകദേശം ഒരു 15 കിലോമീറ്റർ താഴെയുള്ളൂ എഴുകുംവയലിൽ. അപ്പോൾ നമുക്ക് ഇരട്ടിയാർ ഡാമൊക്കെയാണ് നമ്മുടെ മുന്നിൽ കാണുന്നത്. നമുക്ക് ഡാമൊക്കെ കണ്ടിട്ട് നേരെ ഈ ഒരു വഴിക്കുള്ള കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് നമുക്ക് നേരെ എഴുകുംവയലിൽ പോകാം. നമ്മൾ അവിടെ എത്തിയിട്ടോ. ഏകദേശം ഞങ്ങളൊരു 6:45 ആയപ്പോഴത്തേനും അവിടെ എത്തിയിട്ടോ. എഴുകുംവയൽ മെയിൻ ചർച്ച ഇവിടുന്നൊരു, അത് ഈ കവലയിൽ നിന്ന് ഒരു 1/2 കിലോമീറ്റർ കൂടെ മുന്നോട്ട് പോകണം. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ നേരെ കുരിശുമല കയറാനുള്ള വഴിക്കൂടെയാണ് പോകുന്നത്. ഹൈറേഞ്ചിൽ തന്നെ ഒരുപാട് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ കയറാൻ വരുന്ന ഒരു കുരിശുമലയാണ് എഴുകുംവയൽ. എനിക്ക് തോന്നുന്നു എഴുകുംവയൽ പള്ളി ഏകദേശം ഒരു 1950 ശേഷമൊക്കെ ഉള്ളൊരു കുറേ പഴയ പള്ളിയാട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്കിത് രാവിലെ അത്യാവശ്യം നല്ല രീതിയിൽ മഞ്ഞൊക്കെയുള്ളതുകൊണ്ട് മഞ്ഞൊക്കെ ആസ്വദിച്ച് നമുക്ക് മല കയറാൻ നല്ല സുഖമായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചാനലുകാരൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു, പല മനോരമയുടെയും മാതൃഭൂമിയുടെ ഒക്കെ. എന്തായാലും നമുക്കിത് ഇവരുടെ കൂടെ മല കയറാം. ആദ്യമായിട്ടാണ് ഞാൻ ഈ എഴുകുംവയലിൽ വരുന്നത്. വലിയൊരു മലയാണ്. ശരിക്കും പറഞ്ഞാൽ മലയാറ്റൂർ മല പോലെ തന്നെ വളരെ കഠിനവും ദുർഘടം നിറഞ്ഞ പാതയൊക്കെയാണ് ഫുള്ള് കയറാൻ. എന്തായാലും നമുക്ക് ഈ ഒരു മലയുടെ കാഠിന്യം എന്തോരമാണെന്ന് നമുക്ക് ഓരോ പോകുന്ന വഴിക്ക് കണ്ടു പോകാം. ഈ മലയുടെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഒരുപാട് വീതിയില്ല. കാരണം ഒരുപാട് ആളുകളെ കൊള്ളാനുള്ള ഒരു സ്ഥലമില്ല. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്തോടെ നമ്മൾ പോകുന്നത്. വളരെ ഷാർപ്പായിട്ടുള്ള കയറ്റം കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ അവർ ആ വഴിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം നടപ്പാതെയൊക്കെ ഉണ്ട് ഇവിടെ. ശരിക്കും ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസങ്ങളാണ് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ മല കയറാൻ വേണ്ടി വരുന്നത്. ശരിക്കും ഹൈറേഞ്ചിൻ്റെ മലയാറ്റൂർ എന്നൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ ഇതിന്. അങ്ങനെയൊക്കെ പറയപ്പെടുന്നുണ്ട്. എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മേലോട്ട് കയറി ചെന്നപ്പോഴത്തേന് അത്യാവശ്യം ക്ലൗഡ് ബെഡൊക്കെ ആയിട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്. നമ്മൾ ഈ ഒരു മലയുടെ ഒരു അടിഭാഗത്ത് എത്തുമ്പോൾ 2 മലയായിട്ട് വിഭജിക്കും. അവിടെ ചെല്ലുമ്പോൾ ചെറിയൊരു നിരപ്പ് സ്ഥലം നമ്മൾ കുറേ കയറ്റം കയറിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഈ കാണുന്നത് ചെയ്യുന്നുണ്ട്, ക്ലൗഡ് ബെഡ് പോലെ ഇങ്ങനെ വന്നേക്കുന്നത്. പക്ഷേ വളരെ ഭംഗിയുള്ള നല്ല രസമുള്ള സ്ഥലം കേട്ടോ. നമ്മളിങ്ങനെ കണ്ട് നിന്ന് പോകും. ഞാൻ ഇത്ര നാളായിട്ടും എഴുകുംവയൽ മലയിലോട്ട് ആദ്യമായിട്ട് തന്നെയാട്ടോ. ഞാനിതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനൊരു മലയുടെ കാര്യമൊന്നും അന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ ഒന്ന് വരണ്ട കേട്ടോ. മല കയറാൻ വേണ്ടി മാത്രമല്ല, ശരിക്കും ഈ മലയുടെ ഭംഗി അനുഭവിക്കാൻ വേണ്ടി തന്നെ. അത്രത്തോളം വളരെ മനോഹരമായിട്ടുള്ള വലിയൊരു മലയാണ്. എന്തായാലും കണ്ടോ, ആ മലയുടെ മുകളിലൊരു പള്ളി എത്ര ഭംഗിയുള്ള കാഴ്ചയാണെന്നറിയോ. നമ്മുടെ ചുറ്റും ഇങ്ങനെ കണ്ടോ ക്ലൗഡ് ബെഡാണ്. അതിന് മേളിൽ കയറിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ എത്രത്തോളം ഭംഗിയാണെന്ന് നമുക്ക് അറിയത്തുള്ളൂ. എന്തായാലും നമുക്ക് ഓരോരുത്തരായിട്ട് ഇങ്ങനെ മേലോട്ട് കയറി പോകാം. പിന്നെ ഇടുക്കിക്കാരെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമുണ്ടല്ലോ എല്ലാവർക്കും. ഇടുക്കിയിലെ സ്നേഹം നിങ്ങൾ അനുഭവിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വേണം കേട്ടോ. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം വെള്ളങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം കുടിക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ മലയാറ്റൂർ മലയായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. മലയാറ്റൂർ മലയിലെ എല്ലായിടത്തും ഇങ്ങനെ വെള്ളം നല്ല പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ചേട്ടന്മാർ ബക്കറ്റിലൊക്കെ വെള്ളം നിറച്ചിട്ട്, അല്ലെങ്കിൽ കുപ്പിക്കകത്ത് വെള്ളമൊക്കെ നിറച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ 2 സ്ഥലങ്ങളിലും 2 സൈഡിലും ഇങ്ങനെ തരിച്ചു പോകും. അങ്ങനെ കൃഷി ചെയ്താൽ കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇങ്ങനെ. പക്ഷേ നമുക്ക് ഇത്രയും കയറ്റം കയറിയെന്ന് പറഞ്ഞാൽ നമുക്കൊട്ടും ഒരു ചൂടൊന്നുമില്ല കേട്ടോ. കാരണം ഹൈറേഞ്ചിലെ മല എന്ന് പറയുമ്പം അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വെയിൽ കഴിഞ്ഞാലും രാവിലെയൊക്കെ നല്ല തണുപ്പായിരിക്കും. എന്തായാലും അവിടെ മേളിൽ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ കുടിവെള്ളമൊക്കെ നമുക്ക് വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്യാം. ഇവിടെ ഒരു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിൽ നമുക്ക് ഒരു സൈഡിൽ വലിയ മലയുടെ താഴ്ഭാഗം ഇങ്ങനെ കാണാൻ വളരെ രസമാട്ടോ. ഞങ്ങൾ കയറി ചെന്ന് കുറച്ച് കഴിയുമ്പോൾ വെയിലൊക്കെ ആയി പയ്യെ ക്ലൗഡ് ബെഡൊക്കെ മാറി തുടങ്ങി കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള കാഴ്ചയാണ് ഓരോ നിമിഷം നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പം ശരിക്കും നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു എഴുകുംവയൽ കുരിശുമലയുടെ മേളിൽ കയറേണ്ടതാണ്. പിന്നെ ഇതിൻ്റെ മേളിൽ കയറിയിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ക്രൂശിത രൂപം ഉണ്ടല്ലോ. അത് തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആയിട്ടുള്ള ഒരു ക്രൂശിത രൂപമാണെന്നാണ് പറയുന്നത്. ഏകദേശം 60 അടിയോളം ഉയരം ഉണ്ടായിന്. അവിടെ തന്നെ വെച്ച് അങ്ങാണ്ട് ഉണ്ടാക്കിയതാണ്. എനിക്കറിയത്തില്ല ഇതാരാണ് ആ ശില്പി എന്നുള്ള ശില്പിയുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു മലയുടെ മേളിൽ കയറിയാൽ നമ്മൾ ഹൈറേഞ്ചിൽ തന്നെ വിവിധ പട്ടണങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. വിവിധ സ്ഥലങ്ങളൊക്കെ അത് ഒരു 360 ഡിഗ്രി വ്യൂ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ആ ക്രൂശിത രൂപത്തിൻ്റെ മുകളിലോട്ട് എനിക്കൊന്ന് കയറുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ അവിടെ ഒരുപാട് ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ക്യൂ നിന്ന് കയറാനുള്ള സമയം നമുക്കില്ലാത്തതുകൊണ്ട് നമ്മളതിൻ്റെ മുകളിലോട്ട് കയറിയില്ല കേട്ടോ.
ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു തിരിക്കല്ലറയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന ആദ്യ ഞായറാഴ്ച ഇവിടുത്തെ പൊതു ഞായറാഴ്ച ഇവിടെ കുരിശുമല കയറ്റം ഉണ്ടാവും. അപ്പം എഴുകുമലയിൽ പോകാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം എങ്കിലും ഒരു കയറേണ്ട മല തന്നെ കേട്ടോ. അപ്പം നമ്മളിത് ആ തിരുക്കല്ലറയുടെ ഉള്ളിലോട്ട് കയറിയിരിക്കുന്നു. ദുഃഖ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ഇപ്പം ഈ ഒരു എഴുകുമലയിൽ കുരിശുമല മാത്രമല്ല, എവിടെ ചെന്നാലും നല്ല തിരക്കാണ്. എത്ര ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന് വെച്ചാൽ എനിക്കത് പറയാനില്ല കേട്ടോ. കാരണം അത്രമാത്രം ഒരു താഴ്വാരത്തിലാണ്, ചുറ്റും മലകളാണ്. ഇവിടെ നിന്നാൽ നമുക്ക് നെടുങ്കണ്ടം ഭാഗവും അല്ലെങ്കിൽ വാഴവര ആ ഒരു ഏരിയയും പിന്നെ ഇരട്ടിയാറ് അങ്ങനെയുള്ള മലകളും എല്ലാം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇവിടെയുണ്ട്. പിന്നെ ഇത് ഇവിടെ കഞ്ഞി കൊടുക്കുന്നുണ്ടായിരുന്നു, നല്ല കഞ്ഞിയും പയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളത് മേടിച്ച് കുറച്ച് കഴിച്ചു. ഈ ഒരു വലിയ മല കയറി വന്ന വിശ്വാസികൾക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് ഇവിടെ കിട്ടുന്ന ഈ ഒരു കഞ്ഞി. വളരെ ടേസ്റ്റോടു കൂടി നമുക്ക് ഈ മലയുടെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് നമുക്കത് കഴിക്കാൻ പറ്റും. എന്നാലും വളരെ ഒരു ഒത്തൊരുമയോട് കൂടി തന്നെയാണ് അവിടെ കഞ്ഞി ഉണ്ടാക്കണത് കേട്ടോ. കാരണം വെച്ചാൽ ഈ പാത്രങ്ങളൊക്കെ അവർ ഈ താഴത്തുനിന്ന് പൊക്കി ചുമന്നുകൊണ്ട് വേണം ഈ മലയുടെ മേളിലെത്താൻ വേണ്ടി. നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് നേരെ ചുവന്ന് നടന്ന് കയറാൻ പറ്റാത്തൊരു മലയാണ്. അപ്പം അവിടെയുള്ള ആൾക്കാർ അത്രയും എന്നാ പറഞ്ഞത് ഒരു ഒത്തൊരുമയോട് കൂടി പ്രവർത്തിച്ചുകൊണ്ടാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മലയ്ക്ക് മുകളിലും അവർക്ക് ചെയ്യാൻ സാധിച്ചത്. അതിന് പ്രത്യേകിച്ച് ഇതിൻ്റെ സംഘാടകരോടും പള്ളിയുടെ ഉത്തരവാദിത്തപ്പെട്ട അച്ഛനോടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. ഇനിയും വരും വർഷങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ അവർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ ഒരു മലയ്ക്ക് മുകളിലായിട്ട് ആ ക്രൂശിത രൂപത്തിൻ്റെയൊക്കെ അവിടെയായിട്ട് ഒരു കിണറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരിക്കലും പറ്റാത്ത വെള്ളമൊക്കെ ഇവിടെ കിട്ടും. എന്തായാലും അതൊരു വലിയൊരു കാര്യം, ഇത്രയും വലിയ മലയ്ക്ക് മുകളിൽ വെള്ളം കിട്ടുകയെന്ന് വെച്ചാൽ നമ്മുടെ ആ നെടുങ്കണ്ടം ഭാഗത്ത് ഞാൻ പറഞ്ഞു കേട്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോ നമ്മൾ പോകുന്ന വഴി കൂടെ അല്ല കേട്ടോ, വേറെ വഴി കൂടെ നമ്മൾ ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഇറങ്ങി പോകുമ്പോൾ ഇച്ചിരി ദൂരം കൂടുതലാണ്. നമുക്ക് താഴെ ചെന്ന് ശരിക്കും ഒരു ഓട്ടോ പിടിച്ചിട്ടൊക്കെ വേണം നമ്മൾ വണ്ടിയിട്ട സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. കാരണം അത്രമാത്രം വ്യത്യാസമുണ്ട്. പക്ഷേ ഇറങ്ങി പോകുന്ന ഭാഗം കുറച്ചുകൂടെ എളുപ്പമാണ് നമുക്ക്. അപ്പം ആ കുരിശുമല ഭാഗം മാത്രമേ ഉള്ളൂ, മലയുടെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ ഭയങ്കര കയറ്റമൊക്കെ ഉള്ളൂ കേട്ടോ. ഒരു സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ എന്തായാലും എഴുകുമ്പയിൽ. എന്തായാലും നമ്മളിതേ ഒരു ഓട്ടോക്കാരൻ കിട്ടി, ചെറിയൊരു ഓട്ടോയിലൊക്കെ കയറി നമ്മൾ പോകും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മാത്രം മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് മറ്റൊരു നാട്ടിലെ കാഴ്ചകളായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.